പ്രിയമുള്ളവരെ, ഖുർആൻ കേവല പാരായണത്തിനല്ല അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. അർത്ഥമറിയാതെ കേവലം വായിച്ചു പോകാനല്ല. ഖുർആൻ അല്ലാഹു ഇറക്കിയത് ലിയദ്ദബ്ബറു ആയാതിഹി, അവന്റെ ആയത്തുകളെ കുറിച്ച് ആലോചിക്കാനാണ്, തദബ്ബുർ നടത്താനാണ്. തദബ്ബുർ നടത്തണമെങ്കിൽ ഖുർആൻ കേൾക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ കേട്ടിട്ടുണ്ട്. ഖുർആൻ കേൾക്കുന്നവരാകണം, ഖുർആൻ പാരായണം ചെയ്യുന്നവരാകണം, ഖുർആൻ കേൾപ്പിക്കുന്നവരാകണം, ഖുർആൻ ഹിഫ്ള് ചെയ്യണം. അതിനപ്പുറത്ത് തദബ്ബുർ എന്നുള്ളത് ഒരു പ്രോസസ്സാണ്. അതിനുവേണ്ടി നമ്മുടെ ഹൃദയം ഒരുക്കേണ്ടതുണ്ട്. ഖുർആൻ പഠിക്കാൻ വേണ്ടി നമ്മുടെ ഹൃദയം ഒന്നൊരുക്കണം. ഖുർആൻ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറാൻ അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ഇഖ്ലാസ് ഉണ്ടാകണം. ഇത് കേവലം വെറുതെ ഞാൻ വായിച്ചു പോവുകയല്ല, പരീക്ഷക്കല്ല ഈ ഗ്രന്ഥം ഞാൻ പഠിക്കുന്നത്, വെറുതെ വായിച്ചു പോകാനല്ല. പള്ളിയിലെത്തി ഒരു 10 മിനിറ്റ് സമയമുണ്ട്, ശരി, ഒരു 10 മിനിറ്റ് ഖുർആൻ ഓതാം, അങ്ങനെ കേവലം ഒരു പാരായണമല്ല. ഇതെന്റെ റബ്ബിന്റെ സംസാരമാണ്. ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നോട് സംസാരിച്ചാൽ എത്ര ശ്രദ്ധയോടുകൂടെയാണ് ഞാൻ കേൾക്കുക. എന്നേക്കാൾ സ്നേഹിക്കുന്ന എന്റെ റബ്ബിന്റെ കലാമാണ്. അതിന് ഹൃദയം തുറന്നുകൊണ്ട് കേൾക്കാൻ നമ്മൾ ഹൃദയത്തെ സജ്ജമാക്കേണ്ടതുണ്ട്.